അങ്ങനെ നമ്മുടെ വോഡഫോൺ ഐഡിയ വിഐയിലെ ഇന്ത്യൻ സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തം 49% ഉയർത്തി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സ്പെക്ട്രം ലേലത്തിലെടുത്തതിൻ്റെ കുടിശ്ശികയായി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള 36,950 കോടി രൂപ അടയ്ക്കാതെ വന്നതിനെ തുടർന്നാണ് ഗവൺമെൻറ് അത്രയും തുകയ്ക്കുള്ള ഓഹരി കൈവശപ്പെടുത്തിയത്. ഇതോടെ വിഐയിലെ വോഡഫോണിൻ്റെ ഓഹരി പങ്കാളിത്തം 16.1%, ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ വിഹിതം 9.4% കുറഞ്ഞു. ഈ നീക്കത്തോടെ BSNLനു പുറമെ സർക്കാർ ഓഹരി പങ്കാളിത്തമുള്ള മൊബൈൽ സേവന ദാതാവായി മാറി വിഐ. മുമ്പും ഗവൺമെൻറ്റിന് ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും അത് വെറും 22.6% മാത്രമായിരുന്നു. ഇതാണ് ഇപ്പോൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വരെ, അതായത് 2024 സെപ്റ്റംബർ വരെ 2,16,000 കോടി രൂപയുടെ കടമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. റിലയൻസ് ജിയോയോടും എയർടെലുമായി മത്സരിക്കാനാവാതെ കമ്പനി പ്രവർത്തനം നിർത്തുന്നതിൻ്റെ വക്കോളം എത്തിയിരുന്നു. നേരത്തെ 2018 ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ വോഡഫോൺ ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറിയായ വോഡഫോൺ ഇന്ത്യയും ഇന്ത്യയിലെ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഐഡിയ സെല്ലുലാറും ലയിച്ചാണ് വോഡഫോൺ ഐഡിയ എന്ന വിഐ രൂപം കൊണ്ടത്. ഈ ലയനം സംഭവിച്ചതും കടബാധ്യതകളെ തുടർന്നും ജിയോ, എയർടെൽ എന്നീ വമ്പന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. ഈ ലയനത്തിന് ശേഷം ഇന്ത്യയിലുടനീളം 212 ദശലക്ഷം വരിക്കാരോളമുള്ള വിഐക്ക് ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം വരുന്നതോടുകൂടി 5G കണക്ടിവിറ്റി ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കുന്നതിന് ഉത്തേജനമാകും. ഇതേസമയം അപ്പുറത്ത് BSNLും വർദ്ധിത വേഗത്തിൽ 4Gയും 5Gയും കണക്ടിവിറ്റിക്കായി പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഒരുപക്ഷെ വിഐയുമായി ലയിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കായി ഇത് മാറും. അങ്ങനെ വന്നാൽ ജിയോയുടെയും എയർടെലിൻ്റെയും ജനങ്ങളെ പിഴിയുന്ന സ്വഭാവം മാറ്റുന്നതിലേക്ക് നയിച്ചേക്കാം. ഇപ്പോൾ തന്നെ ജിയോയും എയർടെല്ലും ഇൻ്റർനെറ്റില്ലാത്ത ഇൻകമ്മിങ്ങിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ ആണെങ്കിൽ കൂടി മാസം തോറും റീചാർജ് ചെയ്യേണ്ട മിനിമം വരിസംഖ്യ ഒരു മുന്നറിയിപ്പുമില്ലാതെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ജിയോ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുടനീളം ഇൻകമ്മിങ് കോളുകൾ ഫ്രീ ആയിരുന്നെങ്കിലും ഇന്ന് ഓരോ മാസവും നിശ്ചിത തുകയ്ക്കുള്ള റീചാർജ് ചെയ്താൽ മാത്രമേ ഇൻകമ്മിങ് ലഭ്യമാകുകയുള്ളൂ. ഇനി ഇൻ്റർനെറ്റ് ഇല്ലാത്ത സാധാ ഫോണാണെങ്കിൽ കൂടി നമ്മളെക്കൊണ്ട് ഡാറ്റയ്ക്കുള്ള ചാർജ് കൂടി അടപ്പിക്കും. ഇനി സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNLാകട്ടെ ഒറ്റയ്ക്ക് ഇവരോട് മത്സരിക്കാനുള്ള കരുത്തുമില്ല. ഇനി വിഐയെയും BSNLനെയും ലയിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്താൽ കളി ആകെ മാറും. ഇനി ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണാവോ ഇന്ത്യൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.